ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. റാസ്ബെറി, ബ്ലാക്ക്ബെറി, ചൈനയുടെ ബ്ലാക്ക്ബെറി ഉണ്ട്, പുളിയില്ലാത്തതും മുള്ളില്ലാത്തതും. എന്താ രസം! ഒന്ന് കാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് ചൂട് കാലാവസ്ഥ ഇവിടുത്തേനേക്കാളും സക്സസ് ആണ്. അപ്പം നമുക്ക് കട്ടപ്പനയിലും ഈ അങ്കമാലിയും ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ആരോ മിറാക്കിൾ ഫാം എന്നും പറഞ്ഞ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കാരണം ഞങ്ങളത് എടുത്തു പറയുന്നു. മിറാക്കിൾ ഫാമിന് വേറെ ബ്രാഞ്ച് ഇല്ലെന്ന് പറയാൻ കാരണം അപ്പം നമ്മുടെ തോട്ടത്തിൽ നമ്മളിത് കൃഷി ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴോട്ടല്ല അത് മക്കഡാമിയ കാഴ്ച കാണിക്കുമ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ബിജു ചേട്ടൻ്റെ മിറാക്കിൾ ഫാം ഹൗസിലാട്ടോ കട്ടപ്പനയിലുള്ളത്. നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് തൈകളൊക്കെ പർച്ചേസ് ചെയ്യാൻ വന്നതാണേ. ഞങ്ങൾ പറിച്ച് തിന്നോ, ടേസ്റ്റ് ഉള്ളത് നോക്കി എടുത്തോളാൻ പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടല്ലോ, ഓറഞ്ച്, എത്ര വെറൈറ്റി ടൈപ്പ് ഓഫ് ഓറഞ്ച് ഉണ്ട്, അതുപോലെ മാംഗോ ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഒത്തിരി ഉണ്ട്. നമ്മളിത് ഇപ്പോൾ ഉള്ളത് ഓറഞ്ചിൻ്റെ അടുത്താണ്. ഈ ഓറഞ്ചിൻ്റെ പേരെന്താന്ന്? മാൻഡ്രിക് ഓറഞ്ചാണ് ദേ കാണുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു പീസ് നമുക്ക് പറിച്ചൊന്ന് കഴിച്ച് നോക്കാം. ഇതേ നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് കഴിച്ച് നോക്കാൻ പോകാട്ടോ. ചെറിയ അല്ലിയാണ്, പക്ഷേ നമുക്ക് ടേസ്റ്റ് നോക്കാം. നല്ല ഓറഞ്ചാണ്, നല്ല നീരുണ്ട്. ഇതേ ഇതാണ്, നിങ്ങൾക്ക് വേണോ? നല്ല മധുരമുണ്ട്. ഇതേ ചേട്ടൻ നമ്മളിവിടെ ഭയങ്കര സപ്പോർട്ടീവാണ്. ചേട്ടൻ ഒന്ന് കാണിച്ചേ. ഇതാ നമ്മുടെ ചേട്ടൻ്റെ പേരെന്നാ? ബിജു മിറാക്കിൾ ഫാം ഹൗസ്. അപ്പം നമുക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് 2 ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. ഒന്ന് ഇത്, ഒന്ന് അങ്കമാലി. വേറെ ഒരു മിറാക്കിൾ ഫാം ഞങ്ങൾക്കില്ല. തുടർന്നു. അപ്പോൾ അതേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കട്ടപ്പനയിലെ മിറാക്കിൾ ഫാമിലാട്ടോ ഈ നിൽക്കുന്നത്. ഇവിടെ ഇപ്പം നമുക്ക് ദേ നേരത്തെ ഒരു ഓറഞ്ച് നമ്മൾ പറിച്ച് കഴിച്ചാൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ദേ ഇത് വേറെ, അത് ഏതായിരുന്നു ചേട്ടാ എൻ്റെ പേര്? ബാരി സ്വീറ്റ് 1 ആണ് നമ്മൾ നേരത്തെ കഴിച്ചത്. ഇതിപ്പം നമ്മൾ ഇതിൻ്റെ പേര് മറന്നു, മാൻഡ്രിൻ. പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഓഫ് ഓറഞ്ച് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇതാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, നല്ല നീരും അതുപോലെ തന്നെ നല്ല മധുരവും ചെറിയ പുളിയും. ജ്യൂസ് അടിക്കാനൊക്കെ പറ്റിയ സാധനം ഇത്. ഇപ്പോൾ ഇതേ നമ്മളിപ്പോൾ അടുത്ത പേരക്ക സെക്ഷനിലോട്ട് വന്നേക്കുവാണ്. അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, മിറാക്കിൾ ഫാമിന് 2 ബ്രാഞ്ചേ ഉള്ളൂ. ഒന്ന് അങ്കമാലിയിലും അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പനയിലേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല കേട്ടോ. ഇതേ നല്ല പേരക്ക നോക്കി കിടക്കുന്നത്, എൻ്റെ സൈസൊക്കെ നോക്കി. റെഡ് ഡയമണ്ട്. അതെ നമ്മളിത് പറഞ്ഞാൽ മുറിച്ച് കഴിക്കാൻ പോവാട്ടോ. മുറിച്ച് അമ്മി നേരത്തെ വന്നതിൻ്റെ ഒക്കെ കൈ ഇരിക്കും, ഓറഞ്ച് അല്ല. നമ്മളിങ്ങനെ കഴിച്ച് പോയിക്കൊണ്ടിരിക്കും ഓരോന്നും. കാണിക്കണേ. അടിപൊളി. നോക്കി എൻ്റെ കളർ നോക്കി, കറക്റ്റ് റെഡ് ഡയമണ്ട്. നോക്കി, നല്ല അടിപൊളി സാധനം. കഴിച്ചു നോക്കിട്ട് നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോണേ. കൊള്ളാം, സൂപ്പർ സാധനം. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേ? ഇതാണ് റെഡ് ഡയമണ്ട് പേരയ്ക്ക. ഇവിടെ വലിയൊരു തോട്ടം ഉണ്ട് അതിൻ്റെ അല്ലേ? ഇവിടെ ഓറഞ്ചിന്റെ തന്നെ പല വെറൈറ്റി, മാംഗോയുടെ തന്നെ പല വെറൈറ്റി, ആപ്പിളിന്റെ പല വെറൈറ്റി, ഇതേ പേരക്കയുടെയും പല വെറൈറ്റി. എല്ലാ സാധനം ഉണ്ട്. എനിക്ക് ഇതിന്റെ നടുക്കൂടെ ഒക്കെ നടക്കുമ്പോൾ എല്ലായിടത്തും കായ ഇല്ലാത്ത ഒരൊറ്റ ഇതില്ല, എല്ലാത്തിലും കായ. നിലത്തെല്ലാം ഇങ്ങനെ കമ്പേ കിടക്കാണ് അല്ലേ? നമ്മുടെ ചേട്ടൻ നമ്മളോട് വന്ന് നോക്കിയാൽ എല്ലാം എടുക്കാനും വീഡിയോ എടുക്കാനും നമുക്ക് ഓരോന്ന് പറിച്ചു തരാനും ഭയങ്കര സപ്പോർട്ടീവായിട്ട് ചേട്ടൻ നിൽപ്പുണ്ട്. ഇതിൽ കൂടുതൽ എന്നാ വേണം നമുക്ക്? എപ്പോഴും കായായിരുന്നു ഈ സാധനം. ഇതിപ്പോൾ ചെറുതാ. ഇപ്പം തന്നെ ചേട്ടൻ നമുക്ക് ഒരു പീസ് ആദ്യം തിന്നാൻ തന്നു, അതുകൂടാണ്ട് അടുത്ത പീസ് തന്നിട്ടുണ്ട്. ഈ ചെറുതിന് ഇത് ഒരു ന്യൂസിലൻഡുകാരൻ ഇട്ടേക്കുന്നതിനാണെന്നറിയാം. ഇതുപോലെ മാൻഡ്രിൻ കഴിക്കുന്ന ഒരു തോട്ടം ഇന്ത്യയിലില്ല. സത്യമല്ലേ? നോക്കി എന്തോരം. നമ്മള് മൂന്നാറൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. നോക്കി ഉണ്ടോ? മരം ഒട്ടിയാറായി കിടക്കണം. നോക്കി ചാഞ്ഞ് കിടക്കും. ഇത്രയേ ഉള്ളൂ ആകെ ശേഷിയുള്ളൊരു മരം. നോക്കി ഫുൾ. സൂക്ഷിച്ചു പറഞ്ഞേ. ഇതിപ്പം പഴുത്ത ഇതെല്ലാം പഴുത്ത് തീർന്നു പോയി, പറിച്ചു കഴിഞ്ഞു. ഇതുണ്ട് അടുത്ത സെക്ഷൻ പഴുക്കാനായിട്ട്. ഇതേ കിടക്കും. ഇത് പച്ച ഉണ്ടാകുന്നത്. ഇത് ഇനി നോക്കിയ ഫ്ലവറിങ് കാണും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ചൂട് കാലത്ത് ഇത് നടക്കും. ഇതിൻ്റെ എല്ലാം ടോപ്പിലേക്ക് നോക്കും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അടിപൊളി. കളർന്ന് ഇത് വെള്ളം അതുപോലെ രസ്നയുടെ ഒക്കെ പരസ്യത്തിന് ഉപയോഗിക്കുന്നത് ഈ ഓറഞ്ചാന്ന് തോന്നുന്നു. എന്ത് നോക്കി. പിന്നെ ഈ മഴക്കാലത്തിൻ്റെ ആണ്. അത് ഈ കാപ്പി നോക്കി, എണ്ണ കായം നോക്കി. അതെ നോക്കി, അതിൻ്റെ സൈസ് നോക്കി, ചെറുത്. എൻ്റെ കുരുവൊക്കെ നോക്കി. അവർ കാട് പറിക്കുന്നുണ്ടോ? അത് റാസ്ബെറിയാണ്. അത് ഫുള്ള് തൈ എടുക്കാൻ വേണ്ടി. അത് നമ്മുടെ സാധാ നാടൻ
നമുക്കുള്ളത് ലാൽ രാജ, ലാൽ റാണി, ലാൽ പ്രധാൻ, 3 വെറൈറ്റി പുതിയ മോഡലുണ്ട്. ഉള്ളില്ലാത്ത നമ്മൾ ഇങ്ങോട്ട് ഇനി വരികയല്ലേ? വരുമ്പോൾ അതിപ്പം ഞങ്ങൾ ഏതൊരു സാധനം കായ്പിച്ച് കാണിച്ചിട്ടല്ലാതെ നമ്മളിത് ജനങ്ങൾക്ക് കൊടുക്കുന്ന അത്ര ഇതല്ല. അപ്പം നമുക്ക് പണ്ടൊക്കെ നമ്മൾ കൊടുത്ത പോലും നമ്മളങ്ങനെ കൊടുത്തില്ല. നമ്മളൊരു ഇത് കായ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ നേഴ്സറി ആയി. ആപ്പിൾ ഇപ്പോൾ ഒരു ആപ്പിളിൽ ഒരു പേരെ മരുന്ന് ഏഞ്ചല ഇപ്പോൾ വീഡിയോ എടുത്തെടുത്ത് കണ്ടായിരുന്നു. ആപ്പിളിൽ ഒരു 40ഓളം മേളിൽ കിടക്കും. അതെ അതെ, ഇത് കാണിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ചെറുനാരകമാണ്. ഇതുണ്ടോ എല്ലാത്തിനും പ്രത്യേകത. ഇങ്ങോട്ട് ചോദിക്കാം, മക്കടാമി കാഴ്ച കിടക്കണം. ഇത് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന നട്ട്സ്. അത് അതിൻ്റെ വലിയ പ്ലാന്റായി നിൽക്കുന്നത്. ഇപ്പോൾ അടുത്ത കായ തുടങ്ങും. ഇതുണ്ടോ കാഴ്ച നല്ല സുന്ദരമായിട്ട്. വില എന്നാണെന്നറിയാമോ? 5000 രൂപ മക്കടാമി നട്ട്സ് ഞങ്ങൾ മേടിക്കുന്നതാണ്. എനിക്കറിയാം. മറ്റേ പേഷ്യൻറ്റിനൊന്നും ഈ ത്വാക്കോലിട്ട് തോന്നും. ഹാർട്ട് പേഷ്യൻറ്റിന് കഴിക്കാവുന്നത് ഏറ്റവും സൂപ്പറാണ്. പിന്നെ ഇതാണെങ്കിലും ഓറഞ്ച് യുദ്ധത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാം. പുതിയത് ഇപ്പം അടുത്തടുത്തടുത്ത കായ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സൈസ് കഴിഞ്ഞാൽ അടുത്ത സൈസ്. എപ്പോഴും പുതിയത് വളം കൊടുക്കണമെന്ന് മാത്രം. ഇങ്ങോട്ട് നോക്കി, ഇതിലോട്ട് നോക്കി, കണ്ട അടുത്ത കാ കണ്ട. ഇതുണ്ടോ വേറൊരു ടൈപ്പ് കാ കണ്ട. ഇതിലോട്ട് നോക്കിയാൽ വേറൊരു ടൈപ്പ്. ഉണ്ടാ എല്ലാത്തിലും കായുണ്ട്. ഇത് ഉണ്ടാ. അപ്പോൾ അത് നമ്മൾ വളം കൊടുക്കുവാണെങ്കിൽ ഇവിടെ 360 രൂപ. ഇതാണ് ഇത് റാസ്ബെറി എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനമാണ്. ഇതൊന്നും കിട്ടാനില്ലാത്ത സാധനമാണ് പുറത്തുനിന്ന് വന്നത്. ടിഷ്യൂ കൾച്ചറാണ് നമ്മുടെ. അത് ചെടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന മണ്ണിൽ വെച്ച്. പക്ഷെ അതുപോലല്ല ഇവൻ ആള് സൂപ്പറാണ്. 5 വർഷം ലൈഫ്, 365 ദിവസം ഒരുപോലെ കായ്ക്കും. 8 മാസം ഓക്കെ. ഞാനിത് രണ്ടാമത്തോട്ടം വീണ്ടും പറയണം. നമ്മളിപ്പോൾ ഉള്ള കട്ടപ്പന മിറാക്കൽ ഫാമിലാണ്. ഇത് നോക്കിക്കേ, ഇതാണ് ബാരി സ്വീറ്റ് 1 എന്ന് പറഞ്ഞ ഓറഞ്ച് ആട്ടോ. ഇത് ഓറഞ്ചിൻ്റെ പല വെറൈറ്റിയിൽ ഒരു വെറൈറ്റി മാത്രമേ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും ചെറിയ സൈസാട്ടോ ഈ കാണുന്നത്. ഇതിൽ നിന്നാണ് ഈ വലിയ സൈസിലോട്ട് നോക്കിക്കേ. ഇത് നിറച്ച് കായ നോക്കി, എന്ത് വെയിറ്റാന്ന് നോക്കി. ഇതിനൊക്കെ നല്ല അടിപൊളി സാധനം. അതിൻ്റെ നോക്കിയേ ഉൾഭാഗം ഞാൻ കാണിച്ചില്ല. നോക്കി, ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ചേട്ടൻ നമുക്ക് മുറിച്ച് തന്നു. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറിയ പുളിയും നല്ല അടിപൊളി മധുരം. ഇത് നോക്കി, എൻ്റെ നീര് നോക്കിക്കേ, ഇതുണ്ടോ നല്ല അടിപൊളി നീര് ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ചുമ്മാ കളയുന്നില്ല, തിന്നാൻ വേണ്ടി തന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നോക്കിക്കേ, ഇത് ബാരി സ്വീറ്റ് 1, നല്ല വെയിറ്റ് ഉള്ള സാധനം, നല്ല ടേസ്റ്റ്. ഇത് ജ്യൂസ് അടിക്കാൻ നിങ്ങൾക്ക് അല്ലാണ്ട് കഴിക്കാം. ഗൈസ്, ഇതാണ് മക്കോട്ട ദേവ്. നോക്കിയേ, ഇതിൻ്റെ കായാട്ടോ. ഇത് വളർന്ന് വലുതായി കഴിയുമ്പം അത് ഈ കളർ റെഡ് കായാവും. ഇത് നമ്മൾ ഷുഗറിന് കഴിക്കുന്ന സാധനമാണ്. ഇത് അരിഞ്ഞ് ഉണക്കിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ ഇത് നോക്കിക്കേ, ഇതേൽ നിറച്ച് കായാണ്. എവിടെ നോക്കിയാലും കായില്ലാത്ത ഒരു സ്ഥലങ്ങളും ഇല്ല. നോക്കിയേ, എന്തോരം ആപ്പിളാണ് ഗൈസ് കിടക്കുന്നത്. നോക്കി, ഇതുണ്ടോ? എനിക്ക് ഒരു 10-40 ആപ്പിൾ മേളിലുണ്ട് ഗൈസ്. നോക്കി, ഇത് നമ്മുടെ മിറാക്കിൾ ഫാമിന് കിട്ടിയ അവാർഡുകളുടെ ഒരു ഫോട്ടോ ആട്ടോ. ഇത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയത് തൊടുപുഴയ്ക്ക്. തൊടുപുഴ ഓറഞ്ച് എടുത്തില്ലേ? പെട്ടെന്ന് കായ്. ഒരു കായ പോവില്ല. ഞാൻ അവിടെ വരുന്നവരെല്ലാം കാണിക്കും. ഇത് ചെറിയ കാ, വലിയ കാ, പഴുത്ത കാ എല്ലാം കിടപ്പുണ്ട്. പൂ വിരിഞ്ഞാലും പൂവല്ല. ഞാൻ ഓർത്താ ചൂടിനകത്ത് പൊഴിഞ്ഞു പോകുന്നു. പക്ഷെ ഞാനത് ഗ്രേ നെറ്റിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചു കുറേ. പക്ഷെ അതിലും ബെറ്ററായിട്ട് പുറത്താണ് നിൽക്കുന്നത്. അതൊന്നും ഒരു വിഷയമില്ല. ഇവിടുത്തെ നമ്മുടെ ഹൈറേഞ്ചിലേക്ക് ഫംഗസ് രോഗങ്ങൾ കുറവാണ് അവിടെ. അതാണ് അതിൻ്റെ ഒരു വേറെ ഒരു നേട്ടം. പിന്നെ ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ഈ സർക്കുലേഷൻ കറക്റ്റാണ്. ചെടിക്ക് എപ്പോഴും ഒരു പ്രസരിക്കും. ആപ്പിളിൻ്റെ ഇല കണ്ടാലും നല്ല ഭംഗിയാണ്. എല്ലാതെ ഓറഞ്ചൊക്കെ പെട്ടെന്ന് വെയിൽ പ്ലാവൊക്കെ ഇപ്പൊ രണ്ടാമത് കാഴ്ച കിടക്കുക. അതാണ് എല്ലാം ഓറഞ്ച്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം കഴിച്ചതിനേക്കാളും മധുരമാണ്. ആര് സമ്മതിച്ചു? വിദേശത്തു നിന്ന് വരുന്ന ഡോക്ടേഴ്സ് പോലും പറയുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പോട്ട് കൊണ്ടിട്ട് അതിൻ്റെ അകത്ത് നാരകം നട്ടെ നിറച്ച് കഴിച്ചു. പോട്ടിനകത്ത് ഞാനിപ്പം അവക്കാടോ വെച്ചിട്ട് പെട്ടെന്ന് കഴിച്ചേക്കുന്നുണ്ടോ. കുഞ്ഞ് ചെടി കഴിച്ചേക്കുവാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം അവർ പോട്ടിൻ്റെ അടുത്ത് നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അതിനുള്ള പോട്ട് തരും. എല്ലാത്തിനും ഞങ്ങൾ ഇപ്പോൾ ഒരു ചെടി കായ്പിച്ചാൽ ഇതൊരു പ്രോത്സാഹനം മാത്രമാണ്. ഇപ്പം ജനം ഒരു ശ്രദ്ധ കൊടുത്ത് കായ്പിച്ചാൽ ഞങ്ങൾ കൃത്യമായിട്ട് വേറൊരു ചെടി കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ കായ്പിക്കുമ്പോൾ അവർക്കൊരു പ്രോത്സാഹനം അടുത്ത ചെയ്യട്ടെ. ശരിയാ, നമുക്കിത് കായ്ച്ചു ഇനി കഴിയുമ്പോഴേ വരുമ്പോൾ അങ്കമാലി വാ, ആ. അങ്കമാലി വന്നൊന്ന് കാണാം. അന്നേരത്തിന് ഓപ്പൺ ആവും. ബ്ലൂബെറി ഒക്കെ എടുക്കാൻ സാധനമാണ്. ബ്ലൂബെറി ഒറിജിനൽ ബ്ലൂബെറി സൂപ്പറായിട്ടാണ് കായ്ക്കുന്നത്. ഇവിടെ അത്ര കായില്ലെന്ന്. ഇവിടുത്തേനൊക്കെ സിമ്പിളായിട്ട് എപ്പോഴും കായ അല്ല വരുമ്പോൾ ഞാൻ കാണിച്ചത്. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഇവിടെ മിറാക്കിൾ ഫാമിലി നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഓക്കെ, ഇത് ഇവിടുത്തെ ഇന്നത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. പർച്ചേസിങ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. സോ ബൈ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുന്നു. അപ്പം മമ്മി ഇതേ വെള്ളമൊഴിക്കലെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം മമ്മി വന്നേ, ഇതേ മമ്മി. ഓക്കെ, ബൈ പറയൂ. ബൈ.